ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പേരിൽ CPI തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവിലും ആലപ്പുഴ ജില്ലാ കൗൺസിലിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം. LDF തോറ്റമ്പിയതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാർഷ്ട്യവും ഏകപക്ഷീയമായ പെരുമാറ്റവുമാണെന്നാണ് നേതാക്കളുടെ ആരോപണം. മുഖ്യമന്ത്രി മാറാതെ ഇടതുപക്ഷത്തിന് ഇനിയൊരു തിരിച്ചുവരവ് എളുപ്പമല്ലെന്നും അത് പറയാനുള്ള ആർജവം CPI നേതൃത്വം കാട്ടണമെന്നും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ്. പരാജയത്തിന് ശേഷവും മുഖ്യമന്ത്രി ധാർഷ്ട്യം തുടരുക തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് മുന്നണി കൺവീനർ BJP നേതാവിനെ കണ്ടതായി വെളിപ്പെടുത്തിയതും വൻ തിരിച്ചടിയായി. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും സർക്കാർ വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭിക്കാതെ വന്നതും പെൻഷൻ മുടങ്ങിയതുമെല്ലാം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിമർശനം ഇരു യോഗങ്ങളിലും ഉയർന്നു. മന്ത്രി GR അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനമെല്ലാം. മുതിർന്ന പൗരന്മാരുടെ ബാലറ്റ് പേപ്പർ വോട്ടുകളിൽ വന്ന വോട്ട് വ്യതിയാനം ഇതിന് തെളിവാണെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. സർക്കാർ തെറ്റുതിരുത്തണമെന്നും മണ്ഡലം തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. LDFന്റെ വോട്ടുകളും BJPയിലേക്ക് പോയിട്ടുണ്ട്. ഈഴവ സമുദായം LDFിൽ നിന്ന് അകന്നുപോയി. LDFന് മേൽക്കൈയുണ്ടായിരുന്ന പല ബൂത്തുകളിലും BJPക്ക് വോട്ട് കൂടി. ഇതെല്ലാം പരിശോധിക്കണം. സർക്കാർ പുനർവിചിന്തനം ചെയ്യണം. LDFന് വേണ്ടത് എല്ലാ മതങ്ങളുടെയും സമുദായങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട അനുരഞ്ജനത്തിന്റെ വഴിയാണ് എന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പിന് മുമ്പ് പൗരത്വ നിയമത്തെ മുൻനിർത്തി നടത്തിയ യോഗങ്ങളിൽ എല്ലാ ജില്ലകളിലും മുസ്ലിം സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയത്. എന്നാൽ ഈ സമുദായത്തിന്റെ വോട്ട് LDFന് ലഭിച്ചതുമില്ല. ഹിന്ദുക്കളടക്കമുള്ള മറ്റു സമുദായങ്ങളാവട്ടെ LDFിൽ നിന്ന് അകലുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനം തലയടിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വികാരമാണെന്നും ഫലം അവലോകനം ചെയ്ത ആലപ്പുഴ യോഗത്തിലും വിമർശനമുണ്ടായി. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് അവതരിപ്പിച്ച റിപ്പോർട്ടിൽ BJPയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ കോൺഗ്രസ് ആണ് മികച്ചത് എന്ന് ജനങ്ങൾ ചിന്തിച്ചതിനൊപ്പം സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരവും പ്രതിഫലിച്ചു എന്നായിരുന്നു ഉള്ളടക്കം. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPMൽ ആർക്കും ധൈര്യമില്ല. മോശം പ്രയോഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നും ചർച്ചയിൽ അംഗങ്ങൾ പറഞ്ഞു. ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ പോലും BJPയിലേക്ക് പോയിരിക്കുകയാണ്. തൃശൂരിലെ CPI സ്ഥാനാർത്ഥിയുടെ തോൽവിയിൽ മണ്ഡലം തലത്തിലുള്ള വിശദമായ റിപ്പോർട്ടുകൾക്ക് ശേഷം ചർച്ചകൾ തുടരാമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. പന്ന്യൻ രവീന്ദ്രനെ പോലെ മുൻ MP നിർത്തിയിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറഞ്ഞത് CPIയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പല സ്ഥലത്തും പ്രതീക്ഷിച്ച വോട്ട് പോലും തിരുവനന്തപുരം മണ്ഡലത്തിൽ CPIക്ക് ലഭിച്ചില്ല. ആറ്റിങ്ങലിലും സമാന സ്ഥിതിയുണ്ടായിരുന്നു. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിമർശനമെല്ലാം. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.